ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്ന പോലെ കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവെന്ന് ഇന്ന് സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രിയായ ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തിയത് യാദൃച്ഛികമായല്ല. നേരത്തെ തീരുമാനിച്ചുറച്ച സന്ദർശനത്തിൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിൽ രാഷ്ട്രീയമില്ല എന്ന് എത്ര ആവർത്തിച്ചാലും അങ്ങനെ ആവില്ല. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വലതുവശത്ത് പത്മജ വേണുഗോപാൽ നിലയുറപ്പിക്കുമ്പോൾ. കെ കരുണാകരൻ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവാണ്, തർക്കമില്ല. പക്ഷേ കേരളത്തിന്റെ പിതാവെന്ന് മുദ്ര കുത്തുമ്പോൾ അതിൽ ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇന്ദിര ഭാരതത്തിന്റെ മാതാവ്. രാജു പി നായർ കോൺഗ്രസ്, ഒപ്പം തന്നെ മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, രാഹുൽ ഈശ്വറിനെ പ്രതീക്ഷിക്കുന്നു, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ഏറ്റവും കുറഞ്ഞത് ശ്രീ രാജു പി നായർ, കോൺഗ്രസ് എങ്കിലും ഇന്ദിരാഗാന്ധിയെ ഭാരത മാതാവായി കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് നൽകിയിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തെ ഏറ്റവും ആർജവത്തോടു കൂടി ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നയിച്ച ഇറുക്കു വനിത എന്നുള്ളതാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ വിശേഷിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കാറ്. കാരണം അദ്ദേഹത്തെ അവരെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ പോലൊരു ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം പരാജയപ്പെട്ടിട്ടും വീണ്ടും അവരെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ ഈ രാജ്യത്തിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവെന്ന നിലയ്ക്ക് അവര് ഒരു ആത്മബന്ധം, ഒരു വൈകാരികമായ ബന്ധം ഇന്ദിരാഗാന്ധിയോടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന്റെ നേട്ടങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. ആർക്കെങ്കിലും ചെയ്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, മറ്റെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്തുന്നതിനും ഈ രാജ്യത്തെ തന്ത്രപരമായിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുന്നതിനും ഭാരത മാതാവ് എന്നുള്ള വിശേഷണ പദമൊന്നും ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടി പോലും നൽകിയിട്ടില്ല. ഇല്ല അങ്ങനെ അത് തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ അങ്ങനെയല്ല ഇന്ദിരാഗാന്ധിയെ രാജ്യം കണ്ടിരിക്കുന്നത്, ആ ഒരു നിലയ്ക്കല്ല എന്നുള്ളത് തന്നെ ഞാൻ പറയാം. നോക്കൂ, രാഹുൽ ഈശ്വറിലേക്ക് പോവാം. ശ്രീ രാഹുൽ ഈശ്വർ, എത്ര കാലം സുരേഷ് ഗോപിയുടെ ഈ മണ്ടത്തരങ്ങളെ BJP ഇനിയും സഹിക്കേണ്ടി വരും? നികേഷ് സാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ സുരേഷ് ഗോപി അങ്ങയെ പോലെയോ അല്ലെങ്കിൽ മാധ്യമരംഗത്തോ സാധാരണ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാള് പറയുന്നത് പോലെ രാഷ്ട്രീയ ഭാഷയിൽ പറയുന്നതല്ല. ശ്രീ സുരേഷ് ഗോപി ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിൽ ആലങ്കാരികത ഉണ്ടാവും. ഇത് മാത്രമല്ല, അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അദ്ദേഹത്തിന് ആ ഇമോഷണൽ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും സംസാരിക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭരചന്ദ്രൻ IPS ആണ്. താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് ആ പാർട്ടിയുടെ. ഞാൻ കൃത്യമായൊരു സാധനം പറയാം, ഞാൻ രാഷ്ട്രീയമായിട്ടുള്ളതല്ല, ശ്രീ സുരേഷ് ഗോപി അറിയുന്ന വ്യക്തി എന്ന രീതിയിൽ പറയുക. അദ്ദേഹം ആ ഹൃദയത്തിന്റെ ഭാഷയിലാണ്. അപ്പൊ അതിൽ കാവ്യാത്മകത അല്ലെങ്കിൽ പോയറ്റിക്നെസ് ഒരുപാട് വരും. ഇനി ഇനി അതിന്റെ ഒരു ഫാക്ടൽ ഹിസ്റ്ററി കൂടി. ഭാരത് മാതാ ടെമ്പിൾ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഏക അമ്പലം, അല്ലെങ്കിൽ വളരെ ചുരുക്കം ഗാന്ധിജി പ്രോമിനൻസ് നൽകിയ ഉദ്ഘാടനം ചെയ്ത അമ്പലമാണ് ടെമ്പിൾ ഫോർ ഭാരത് മാതാ അല്ലെങ്കിൽ ഭാരത് മാതാ ടെമ്പിൾ. ഉത്തർപ്രദേശിലാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധി അല്ലെങ്കിൽ വിവേകാനന്ദനൊക്കെ ഉയർത്തിവിട്ട ഭാരത് മാതാ ടെമ്പിളിന്റെ ആശയമുണ്ട്. അഭിനീന്ദ്രനാഥ് ടാഗോറിനുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടി വരുമോ എന്നുള്ള എനിക്ക് സത്യം. ഒരു ഘട്ടത്തില് 1998 AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു ദുർഗാദേവിയോട് AB വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ഉപമിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ആ ബ്രീഫിങ്ങുകളിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഇല്ല എന്നായിരുന്നു BJPയുടെ അക്കാര്യത്തിലുള്ള വാദം. മാത്രമല്ല, അന്ന് BJP വെല്ലുവിളിക്കുകയും ചെയ്തു. വാജ്പേയി ദുർഗ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ? വാജ്പേയി 1971 ജനസംഘിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു രേഖ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് BJPയുടെ ടിക്കറ്റിൽ ജയിച്ച ഒരാൾ പറയുന്നത് ഭാരത മാതാവാണ് എന്ന്. അതിന്റെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. രണ്ട്, അത് ചെയ്തില്ല, അടൽ ബിഹാരി വാജ്പേയി ചെയ്തില്ല എന്ന് മാത്രമല്ല, രജത് ശർമ്മയോടുള്ള പരിപാടിയിൽ ശ്രീ വാജ്പേയി തന്നെ പറയുകയുണ്ടായി അത് അന്നത്തെ കാലത്തെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവരെ വളരെയധികം ആദരിക്കുന്നു. പക്ഷെ ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഉയർത്തുന്ന രാഷ്ട്രീയം കൗതുകകരവും രസകരവും നന്മയുള്ളതുമാണ്. അതെന്താണെന്ന് കൂടെ കൃത്യമായി പറയാം. ശ്രീ സുരേഷ് ഗോപി കോൺഗ്രസിൽ നിൽക്കുന്ന സെന്റർ റൈറ്റ് സ്പേസിലുള്ളവരെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ സെന്റർ റൈറ്റ് സ്പേസിലുള്ളവരെ അദ്ദേഹത്തിനൊപ്പം നിർത്താനും വിശാലമായ ദേശീയ
ദേശീയത അദ്ദേഹം വിശ്വസിക്കുന്ന BJP പരിപ്രേക്ഷ്യത്തോടൊപ്പം നിർത്താനും കൂടി അദ്ദേഹം ശ്രമിക്കുകയാണ്. ഒരു കാലത്ത് ശ്രീ കെ കരുണാകരൻ ഇടതുപക്ഷ വിരുദ്ധ സാമുദായിക സംഘടനകളെ ചേർത്ത് UDF രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയതുപോലെ അത്രയും ഷാർപ്പായ ലാംഗ്വേജിൽ അല്ലെങ്കിലും ശ്രീ സുരേഷ് ഗോപി ആലോചിച്ച് നോക്കുക, ബിസ്മി ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാവുന്ന BJPയുടെ MPയും മന്ത്രിയുമാണ് ശ്രീ സുരേഷ് ഗോപി. താൻ നോമ്പ് തുറക്കുന്നത് ബിസ്മി ചൊല്ലി ഫുൾ ടെക്സ്റ്റ് പറഞ്ഞു തുറക്കാമെന്ന് അറിയുന്ന ശ്രീ സുരേഷ് ഗോപി കേരളത്തിനൊരു അസറ്റും മുതൽക്കൂട്ടുമാണ്. അല്ല, ആയിക്കോട്ടെ, നോക്കുക, ഞാൻ നേരത്തെ രാഹുൽ ഈശ്വറിനോട് ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇത്തരം മണ്ടത്തരങ്ങൾ എത്ര കാലം BJPക്ക് സഹിക്കേണ്ടി വരും എന്നുള്ള ആ ചോദ്യത്തിന് അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണമുണ്ട്. നോക്കൂ രാഹുൽ ഈശ്വർ, ഇത് ആദ്യമായിട്ടല്ല ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ BJP സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും വാർത്താ പ്രാധാന്യമേറും. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം, രാഹുൽ ഈശ്വറിന്റെ കുലത്തിൽ തന്നെ ജനിക്കണം, അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നേരത്തെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഒരു നടൻ എന്നുള്ള നിലയിൽ എന്തും പറയാലോ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തും പറയാലോ. ഇപ്പോഴതല്ലല്ലോ. സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ള ആളാണ്. സഹമന്ത്രി സ്ഥാനമാണെങ്കിലും ആ ക്യാബിനറ്റിന്റെ ഭാഗമാണല്ലോ സുരേഷ് ഗോപി. അപ്പോൾ തിരക്കൂട്ടലേ രാഹുലെ കേൾക്കൂ. അപ്പോഴാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നേരത്തെയുള്ള ബ്രാഹ്മണന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭത്തിലുള്ള കരുണാകരന്റെ സ്വാധീനം കേരളത്തിന് നന്മയായി ഭവിച്ചിട്ടുണ്ട് എന്ന്. അവിടെ തീർന്നില്ല. കരുണാകരന് ശേഷം കേരള വികസനത്തിൽ ഏതെങ്കിലും തരത്തിൽ സംഭാവന നൽകിയത് പിന്നീട് O രാജഗോപാൽ മാത്രമായിരുന്നു എന്നാണ്. തൊട്ടടുത്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്, വി മുരളീധരൻ. അതിനു മുമ്പും BJPയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അൽഫോൺസ് കണ്ണന്താനം. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സുരേഷ് ഗോപി. അല്ല സാർ, അങ്ങനെയല്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ബ്രാഹ്മണ പരാമർശം അങ്ങേക്കറിയാം. ഞങ്ങളുടെ അടക്കമുള്ള സാമുദായിക സംഘടനയ്ക്ക് വന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്റെ അടക്കം ഫാമിലിയെ കോട്ട് ചെയ്താണ് പറയുന്നത്. അടുത്ത ജന്മം അയ്യപ്പന്റെ സേവനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഫാമിലിയിൽ ജനിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ശ്രീ സുരേഷ് ഗോപി ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. രണ്ട്, നികേഷ് സാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ മണ്ടത്തരം തുടങ്ങിയ വാക്കുകൾ അതിന് ഉപയോഗിക്കരുത്. അത് കാവ്യാത്മകമായ സംസാരമാണ്. സുരേഷ് ഗോപി വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം. വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഈ ടോണിലാണ്. അങ്ങനെയാണ് പല ട്രോളുകളും മറ്റും ഉണ്ടാകുന്നത്. അദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്നതിൽ നന്മയുള്ള വ്യക്തിയാണ്. ഒരു വരി കൂടി പറയാം. ഇതിന്റെ നന്മ എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദിന്റെ പ്രശ്നം വിവാദം ഉണ്ടായപ്പോ പാലാ പിതാവിന്റെ അരമനയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ വൃത്തികെട്ട വാക്ക് എന്നോട് പറഞ്ഞു പോരുന്നതാണ്. അതാണ് ശ്രീ സുരേഷ് ഗോപിയുടെ നന്മ. ഇനി രണ്ട്, അതിന്റെ രാഹുൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, രാഷ്ട്രീയം അങ്ങനെ കാവ്യാത്മകമായി സംസാരിക്കാനാകുമോ? നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. അങ്ങനെയുള്ള ചടങ്ങുകളിൽ പോയിട്ട് ഒരു എതിരഭിപ്രായം പറയുന്നൊരു സംസ്കാരം കേരളത്തിനും ഇല്ല, സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ആ ഐഡിയോളജിക്കോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ അനുസ്മരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ്. അതിന് വിമർശിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് മറ്റ് പല വേദികളുണ്ട്. പക്ഷേ ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതൊരു വലിയ തെറ്റായി കണ്ട് അതിനൊരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മരണപ്പെട്ട മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും നല്ല വാക്കുകൾ പറയുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, ഒരു സംശയവുമില്ല. അവരെക്കുറിച്ച്, അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച്, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലുള്ള സംഭാവനകൾ കുറിച്ച് നല്ലത് പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇതാണോ ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്? ദീപസ്തംഭമാണ് കരുണാകരൻ എന്ന് പറയുന്നത്? കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോൺഗ്രസിൻ്റെ പിതാവാണ് എന്ന് പറയുന്നത്? ഇതൊക്കെ നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച പോലെ കാവ്യാത്മകമായിട്ടായിരിക്കാം. രാഷ്ട്രീയത്തിൽ അത് സാധ്യമാണോ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ AB വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചതിനെയും വളരെ കാവ്യാത്മകമായി നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. വിളിച്ചിരുന്നുവെങ്കിൽ, വിളിച്ചിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത് BJP. ശരിയാണ്, വിളിച്ചിട്ടില്ല. ലോക്സഭയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെയുള്ള രേഖകളില്ല. അതെ, അടൽ ബിഹാരി വാജ്പേയിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നതെങ്കിൽ അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടില്ല എന്നത് അദ്ദേഹം തന്നെ പല തവണയായിട്ട് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകളൊന്നും തന്നെ ഇല്ല.
പക്ഷെ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഓഫ് കോഴ്സ് അതിനൊരു എന്താ പറയാ, ഒരു കാവ്യാത്മകമായിട്ടും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി കണ്ടിട്ട് BJPയുടെ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ അവിടെയാണ് എന്റെ പ്രശ്നം. ശ്രീ വിജയകുമാർ, അതാണ് ഞാൻ നേരത്തെ രാഹുലിനോട് അനുബന്ധ ചോദ്യമായി ചോദിച്ചത്. ശരി, ഇത് കാവ്യാത്മകം, കുഴപ്പമില്ല. കരുണാകരനെ കുറിച്ച് പറഞ്ഞതും കാവ്യാത്മകം, അതും കുഴപ്പമില്ല. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ കരുണാകരൻ കഴിഞ്ഞാൽ ആകെ എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുള്ളത് രാജഗോപാലാണെന്ന് പറയുമ്പോൾ വി മുരളീധരന്റെ മുമ്പിലേക്കും മൈക്ക് നീട്ടുമല്ലോ മാധ്യമപ്രവർത്തകർ. രാവിലെ നീട്ടിയപ്പോൾ വി മുരളീധരൻ പറയുന്നത് ഞാൻ ചെയ്തത് എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം എന്നാണ്. അപ്പോൾ വി മുരളീധരനെ പോലുള്ളവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവുകയാണ്. അത് BJPയിൽ നിലവിൽ തന്നെ പ്രശ്നങ്ങളാണ്. അവിടെ അന്തഃഛിദ്രം ഉണ്ടാക്കും. അല്ല, നോക്കൂ നികേഷ്, ഇവിടെ മുതിർന്ന നേതാക്കളെ കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. ഈ സ്റ്റാൾവാർട്ട് ലീഡേഴ്സ് ആയിട്ടുള്ള, വളരെ ടോൾ ലീഡേഴ്സ് ആയിട്ടുള്ള, കേരളത്തിന്റെ ലെജൻഡറി ഫിഗേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നേതാക്കളെ കുറിച്ചാണ്. ശ്രീ കരുണാകരനാണെങ്കിലും ശ്രീ EK നായനാരാണെങ്കിലും രാജഗോപാൽ ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയുള്ള ലെജൻഡറി ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകളെ കമ്പയർ ചെയ്ത് പറയുന്നു. അല്ലാതെ അവിടെ വി മുരളീധരൻ ഒരു മീൻസ് അദ്ദേഹത്തിന്റെ ഇമേജ് അത്രത്തോളം വലുതാണല്ലേ, അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇന്നും അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം അവിടെ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ പരാമർശിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല എന്നത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വി മുരളീധരൻ മന്ത്രിയായതിനു ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപിക്കാണെങ്കിലും കേരളത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ഈ പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പല രാജ്യങ്ങളിലെയും ഇന്ത്യൻ ഡയസ്പോറയെ അവിടുത്തെ കൺസുലേറ്റുമായി കണക്ട് ചെയ്യുന്നതിൽ വി മുരളീധരൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, US ആണെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറ സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിലെ നിരാശയാണ് വി മുരളീധരന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ്. ശരി, ഞാൻ വരാം. ജോർജ് പൊടിപ്പാറ, നോക്കൂ, കരുണാകരൻ ധീരനായ ഭരണാധികാരി, ഇന്ദിരാഗാന്ധി ഭാരത മാതാവ്, EK നായനാരും K കരുണാകരനും രാഷ്ട്രീയ ഗുരുക്കൾ. നോക്കൂ, K മുരളീധരനെ തോൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, 3-ാം സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങെടുക്കുന്നത്. അവിടെ ചെന്നിട്ടാണ്, അതായത് മുരളിയെ തോൽപ്പിച്ച് മുരളി മന്ദിരത്തിലെത്തി ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് എന്താണ് ജോർജ് പൊടിപ്പാറ താങ്കൾ കാണുന്നത്? നികേഷ്, നമ്മൾ ഈ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പതിവ് രാഷ്ട്രീയക്കാരന്റെ ആ ഒരു ലെവലിൽ വെച്ച് അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ്. ആ സിനിമാ ഫീൽഡിന്റെ ഒരു ഹാങ് ഓവർ അദ്ദേഹത്തിന്റെ ഭാവത്തിലും രൂപത്തിലും അതുപോലെ തന്നെ ശരീരഭാഷയിലും വാക്കുകളിലും എല്ലാം ഉണ്ട്. വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കാൽപ്പനികതയുണ്ട്. ഇന്ന് തന്നെ സംസാരിച്ചു അദ്ദേഹം K കരുണാകരന്റെ മുരളി മന്ദിരത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നു. ആ സമയത്ത് K കരുണാകരനെ കുറിച്ച് പറയുന്നു. K കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ കുറിച്ചും സ്വാഭാവികമായിട്ട് പറയുന്നു. ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന്റെ മാതാവ് ആണ് എന്ന് പറയുന്നു. ശരിയാണ്, കോൺഗ്രസ് ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ദിര തന്നെ ഇന്ത്യ തന്നെ ഇന്ദിര എന്ന് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് DK ബറുവ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് ഒരിക്കലും ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്നുള്ള വിശേഷം ഒന്നും കൊടുത്തിട്ടില്ല. രാഷ്ട്രപിതാവായിട്ട് നമുക്ക് മഹാത്മാഗാന്ധി ഉണ്ടെങ്കിലും രാഷ്ട്രമാതാവിന്റെ സ്ഥാനത്ത് 60 വർഷം ഭരിച്ചെങ്കിലും ഈ കോൺഗ്രസ് ഒരാളെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവെന്ന് അവർ വിശേഷിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ കാൽപ്പനികമായിട്ട് ഇന്ന് K കരുണാകരന്റെ എന്താ പറയാ അവിടെ പുഷ്പാർച്ചന നടത്തുമ്പോൾ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ MP അല്ലെങ്കിൽ നിയുക്ത MP അതുപോലെ തന്നെ മന്ത്രി പറയുന്നു K കരുണാകരൻ ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭവുമായി ഏറ്റവും അടുത്ത് നിന്ന് അതിലൂടെ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന അർപ്പിച്ച വ്യക്തിയാണ്. K കരുണാകരൻ തീർച്ചയായിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെയുള്ള വലിയ വികസന സ്തംഭങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന മറ്റു പലരും അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊച്ചിൻ മെട്രോ ഉണ്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖമുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ മുഖച്ഛായ ഭാവിയിൽ മാറ്റാനിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖമുണ്ട്, കണ്ണൂർ വിമാനത്താവളമുണ്ട്. അങ്ങനെ വലിയ വലിയ വികസന പ്രക്രിയകൾ അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ട്. പക്ഷെ അവരൊന്നും അദ്ദേഹം എന്താ പറയാ
മരിച്ചിട്ട് അധികകാലമായിട്ടില്ല. കെ കരുണാകരനും ഇന്ദിരാഗാന്ധിയും ഒക്കെ കടന്നുപോയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് വർത്തമാനകാല പൊളിറ്റിക്സിൽ കെ കരുണാകരനെ ഉദ്ധരിക്കുന്ന ലാഘവത്തിൽ ഉമ്മൻചാണ്ടിയെ ഉദ്ധരിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ വേറെ അങ്ങനെ വ്യത്യസ്തമായ വിഷയമാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഓരോ നേതാവിനനുസരിച്ചാണോ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ പ്രതികരിക്കേണ്ടത്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ദുർഗ എന്ന് ഇന്ദിരാഗാന്ധിയെ അന്നത്തെ ജനസംഘത്തിന്റെ ദേശീയ അധ്യക്ഷനായ AB വാജ്പേയി പാർലമെന്റിൽ വിശേഷിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നത് കേട്ടതാണ്, അത് നിരാകരിക്കുന്നതും ഞാൻ കേട്ടതാണ്. അങ്ങനെ അത് സ്ഥാപിക്കാൻ BJPക്ക് സാധിച്ചു. അപ്പോഴാണ് ഭാരതമാതാവ് ദുർഗ എന്ന് വേണമെങ്കിൽ ഒരു പാകിസ്ഥാനോടുള്ള യുദ്ധം കേൾക്കൂ, പാകിസ്ഥാനോടുള്ള യുദ്ധം ജയിച്ചു നിൽക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഇത് ഭാരതമാതാവ് എന്നുള്ളതാണ്. ഇത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഈ രീതിയിലാണ് പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ കാൽപ്പനിക പ്രയോഗങ്ങളും അതുപോലെ തന്നെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഈ പോയറ്റിക് പ്രയോഗങ്ങളും ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പൊ ഈ തുടക്കത്തിലെ അധൂത കാലമൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിയെ വല്ലാത്ത ഡൈലമയിലാക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ വരും. അത് ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അദ്ദേഹം കുറെ കൂടി ഒരു മെച്യൂരിറ്റി കാണിക്കേണ്ടതുണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വായിൽ വരുന്നത് എന്തും വളരെ കാൽപ്പനികതയോടുകൂടി വിളിച്ചു പറയുന്നതല്ല ഒരു പക്വതയുള്ള പാകതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണം. ഒരുപക്ഷെ സുരേഷ് ഗോപിയെ ജനം ഉൾക്കൊള്ളുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന്റെ കൗശലവും ഇതൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. പക്ഷെ അത് ഹൃദയം കൊണ്ടല്ല എന്ന് ഉള്ളൊരു സ്ഥിതിയിലേക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ വളരാം. പാർട്ടിക്കും ആ രീതിയിൽ ശരി, ഇതിനകത്ത് മറ്റൊരു പശ്ചാത്തലമുള്ളത് ശ്രീ രാജു പി നായർ മുരളി മന്ദിരത്തിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 2019 തന്നെ എനിക്ക് മുരളി മന്ദിരത്തിൽ ചേർന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് പത്മജ വേണുഗോപാൽ അനുവദിച്ചില്ല. ഇന്നിപ്പോൾ പത്മജ വേണുഗോപാലിനോടൊപ്പമാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. മാത്രമല്ല പത്മജ വേണുഗോപാലിനോടൊപ്പം പ്രഭാത ഭക്ഷണം കൂടി കഴിക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവിടെയാണ് നടത്തുന്നത്. നോക്കൂ, കോൺഗ്രസിലേക്ക് ഇതിനകം തന്നെ പത്മജ വേണുഗോപാൽ കുറച്ച് കോൺഗ്രസ്സുകാരെ ഇതേ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് അംഗത്വം നൽകി സ്വീകരിക്കുകയുണ്ടായി, BJP അംഗത്വം നൽകി സ്വീകരിക്കുകയുണ്ടായി. ഇവിടെ ഒരു കോൺഗ്രസിലേക്കുള്ള പാലമിടൽ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്ന കാര്യം കോൺഗ്രസ് പരിശോധിക്കേണ്ടതല്ലേ ശ്രീ രാജു പി നായർ? അല്ല, അത്തരത്തിന്റെ ഒന്നും ഒരു പരിശോധന ആവശ്യമൊന്നും ഇവിടെയില്ല. ഇപ്പൊ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വറും ജോർജ് പടിപ്പാറയും അതുപോലെ തന്നെ ഒരു പരിധിവരെ വലതു നിരീക്ഷകനും ഒക്കെ ഇവിടെ പറഞ്ഞത് ഇദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നുള്ളതാണ്. അങ്ങനെ ഹൃദയം കൊണ്ടാണോ ഇദ്ദേഹം സംസാരിക്കുന്നത്? നമുക്ക് വളരെ കൗശലത്തോടു കൂടിയല്ല ഇദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിൽ സംസാരിക്കും, ഓരോ രീതിയിൽ പെരുമാറും. ലൂർദ് മാതാവിന്റെ മുമ്പിൽ ചെന്ന് അവര് അവിടെ കൊന്ത സമർപ്പിച്ച് അവിടെ ഒരു പാട്ട് പാടണമെന്ന് ആലോചിച്ചെത്തിയിരിക്കുകയാണ്. അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്ന ആളാണ് സുരേഷ് ഗോപി. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നോമ്പ് തുറക്ക് പോയിട്ട് അവിടെ ഇത് ചൊല്ലി ഇത് പഠിച്ച് കുടിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി വന്ന ആളാണ് സുരേഷ് ഗോപി. അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. BJP പൊതുവായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയ്ക്ക് വിരുദ്ധമാണ് താൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവിടെ തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയത്തിൽ തന്റെ ഈ നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനം ആലപിച്ച് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി കുരിശു വരക്കുന്നുണ്ട്. അല്ല, ഞാൻ അതിനൊന്നും ഞാൻ എതിരല്ല. കാരണം ഇത്രയും വർഗീയത തലയ്ക്ക് പിടിച്ച മതാന്ധത ബാധിച്ച ഒരു പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് നിന്ന് ജയിച്ചതിനു ശേഷം അല്പമെങ്കിലും യേശുക്രിസ്തുവിന്റെയും നബിയുടെയും കരുണ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അല്പസമയത്തേക്കെങ്കിലും അദ്ദേഹത്തിന് നല്ല മനുഷ്യൻ ആവാൻ കഴിയുമെങ്കിൽ നല്ല കാര്യം. ഞാനതില്ല. കാരണം അദ്ദേഹം അയോധ്യയിൽ രാമന്റെ അടുത്ത് പോകണം. കാരണം ആ രാമന്റെ വില്ലു കുലയ്ക്കുന്ന രാമന്റെ ഹിന്ദുത്വ തീവ്രവാദ രാഷ്ട്രീയത്തെ തോൽപ്പിച്ച മണ്ണ്, ആ മണ്ണിൽ കൂടി അദ്ദേഹം പോകണം. മനസ്സിലായില്ല? അവിടെ ചെന്നിട്ട് അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായ രാമനെ കുറിച്ചുകൂടി പറയണം. അപ്പൊ പോട്ടെ, അത് ഞാൻ വിടുന്നു. ഇപ്പൊ ഹൃദയം കൊണ്ട് സംസാരിക്കാം. അങ്ങനെ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കരിയറാണോ മന്ത്രിസ്ഥാനം? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മന്ത്രിസ്ഥാനം രാജ്യത്തിന്റെ താല്പര്യം വെച്ച് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രി ഹൃദയം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാവോ? ഇപ്പൊ ഞാൻ ഒരു സാങ്കല്പികമായിട്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹൃദയം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് യുക്രൈന്റെ ഒപ്പം നിൽക്കേണ്ടി വരും. പക്ഷെ രാജ്യത്തിന് അങ്ങനെ യുക്രൈന്റെ ഒപ്പം നിൽക്കാൻ കഴിയാത്തതിന് പശ്ചാത്തലമുണ്ട്, ചരിത്രമുണ്ട്.
അപ്പോൾ അത് മനസ്സിലാക്കി ഒരു വിഷയത്തിൽ മൈൻഡ് അപ്ലൈ ചെയ്യുക. ഒരു മനുഷ്യന്റെ വിവേകം വരുന്ന അവിടെയാണ്. മൈൻഡ് അപ്ലൈ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതല്ല എന്ന് പറഞ്ഞാൽ ഇവര് അതിനെ കേരളത്തിലെ BJPയെ രക്ഷിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തുന്ന ഒരു എന്താ പറയുക ഒരു എക്സ്ക്യൂസ് മാത്രമാണ് അത് എന്ന് പറയേണ്ടി വരും. പിന്നെ നോക്കൂ, BJPയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഇന്ദിരാഗാന്ധിക്കെതിരെ വളരെ ഷാർപ്പായിട്ടുള്ള വിമർശനം നടത്തിയല്ലേ? കച്ചിത്തീവിന്റെ കാര്യത്തിൽ, മിസോറാമിലെ 1966 നടന്ന സൈനിക നടപടിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ പേരിലെല്ലാം ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തുവെന്നും ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന്റെ എതിരായിട്ട് പ്രവർത്തിച്ചുവെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടത്. ഇവരുടെ രാഷ്ട്രീയം 2012 മുതൽ ഇവർ ഉയർത്തിയത് മുഴുവൻ നെഹ്റു കുടുംബത്തിനെതിരായിട്ടുള്ള പകയുടെ പേരിലാണ്. അവിടെയാണ് ശ്രീ രാജു പി അബ്രഹാം, താങ്കൾ അടുത്തിടെ സർസംഘചാലക് മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം വായിക്കേണ്ടത്. ഒരു ശരിയായ സ്വയം സേവകന് അഹങ്കാരമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, ധാർഷ്ട്യം വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതയായിട്ടുള്ള നേതാവ് ഇന്ദിരാഗാന്ധിയെ, കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് കരുണാകരനെ വാഴ്ത്തിപ്പാടുകയാണ്. നോക്കൂ, മറുഭാഗത്തു നിന്ന് ആ നിലയിലുള്ള അനുഭാവപൂർണമായ, സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ മരിച്ചുപോയിട്ടുള്ള മുഖ്യമന്ത്രിമാരെ കുറിച്ചും പ്രധാനമന്ത്രിമാരെ കുറിച്ചുമൊക്കെ നല്ല വാക്കുകൾ പറയും, അതിനെയൊന്നും വലിയ കാര്യമായി ഗൗനിച്ചെടുക്കേണ്ടതില്ല എന്നുള്ള ഈ അഹങ്കാരത്തിനിടയിൽ ഇത്തരത്തിലുള്ള നീരുറവകൾ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് നിങ്ങൾ കോൺഗ്രസ്സുകാര്? നികേഷ്, ഒന്ന്, സുരേഷ് ഗോപി എന്ന് പറയുന്ന വർഗീയവാദി മണിപ്പൂരിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ, അവിടെ പള്ളികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 236 പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത്. അപ്പോഴൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാതിരുന്ന സുരേഷ് ഗോപി ഇവിടെ ചെന്ന് കാണിക്കുന്ന നാടകൾ, ഇതിന്റെ ഒരു ആനുകൂല്യവും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട. ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് നേരിടാൻ പോകുന്ന ഒരു വർഗീയ തീവ്രവാദി ആണ് സുരേഷ് ഗോപി, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് ഇപ്പൊ ഇനി നികേഷ് RSSനെ കുറിച്ചുകൂടെ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. RSS നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുകയല്ല. ഒരൊറ്റ കാര്യം നികേഷ് മനസ്സിലാക്കിയോളൂ, RSS നരേന്ദ്രമോദി എന്നുള്ള പരീക്ഷണം അവസാനിപ്പിച്ചു എന്ന് മാത്രമാണ് അതിനർത്ഥം. അതല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷവും അതിന് 2 വർഷം മുമ്പും ഈ പറയുന്ന രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കി കള്ളത്തരം പറഞ്ഞെന്താ പുതിയ സാങ്കേതിക RSS അങ്ങനെ ഒരു നരേന്ദ്രമോദി അമിത്ഷാ പരീക്ഷണം അവസാനിപ്പിച്ചു എന്നുള്ള ഒരു സൂചനയും ഒരു ലേഖനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ നിന്നോ ഞാൻ കണ്ടിട്ടില്ല. ശ്രീ രാജു പി നായർ, നികേഷ്, ആ സൂചന ആ പ്രസ്താവന തന്നെയാണ്. ഇല്ല, സൂചന ആ പ്രസ്താവന തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, 2012 മുതൽ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്തേക്ക് അവതരിപ്പിച്ച മുതൽ നടന്നിട്ടുള്ള വിഭാഗീയതയെ സംബന്ധിച്ച് അസത്യ പ്രചരണത്തെ കുറിച്ച് 12 വർഷം ഒരക്ഷരം മിണ്ടാൻ മോഹൻ ഭാഗവതിന്റെ വായിൽ എന്തായിരുന്നു? പഴമായിരുന്നോ? എന്താ അദ്ദേഹം മിണ്ടാതിരുന്നത്? ഈ രാജ്യത്ത് വാജ്പേയിയെ വെച്ചൊരു മൃദു ഹിന്ദുത്വ പരീക്ഷണം പരീക്ഷിച്ചു നോക്കി. അതൊറ്റ പ്രാവശ്യം നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ തീവ്ര ഹിന്ദുത്വ പരീക്ഷണം ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ. ശരി, അതൊരു വ്യത്യസ്തമായ വിഷയമാണ്. എന്തായാലും താങ്കൾ പറഞ്ഞ ആ വാദത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. RSSന്റെ നയങ്ങൾ, RSSന്റെ അജണ്ട ഏറ്റവും നന്നായി നടപ്പാക്കാൻ കഴിയുക മോദിയിലൂടെയും ഷായിലൂടെയുമാണ്. ശരിപ്പോ ചില കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാകില്ലായിരിക്കാം, അതിലുള്ള അതൃപ്തി ആയിരിക്കാം ഒരുപക്ഷെ വ്യത്യസ്ത RSS നേതാക്കളും ഓർഗനൈസറും നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് RSS അമിത്ഷായെയും നരേന്ദ്രമോദിയെയും നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൂ ഏർപ്പെടുത്തും എന്നുള്ളത് വെറും മോഹം മാത്രമാണ്, വ്യാമോഹം മാത്രമാണ് എന്നാണ് എന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. ഞാൻ വരാം, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതല്ലേ. ഇല്ല, ഞാൻ വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ധീരനായ ഭരണകർത്താവ് എന്നുള്ള നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കക്ഷിയോട് ഇഷ്ടമുണ്ട്. കരുണാകരൻ പ്രതിനിധാനം ചെയ്ത കക്ഷിയുടെ പേരാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയോട് ഇഷ്ടമുള്ളയാളാണോ താമര ചിഹ്നത്തിൽ ജയിച്ച സുരേഷ് ഗോപി? അങ്ങനെ ഒരു പാർട്ടിയാണോ BJP? അതായത് കോൺഗ്രസിനോട് ഇഷ്ടം കൂടുന്ന പാർട്ടിയാണോ BJP? നമുക്ക് നികേഷ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അടുത്ത കാലത്ത് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ്റെ ചീഫ് ശ്രീ ഡോക്ടർ അഹമ്മദ് ഇലിയാസി അദ്ദേഹം പറഞ്ഞത് മോഹൻ ഭാഗവത് ഫാദർ ഓഫ് ദ നേഷൻ ആണ് എന്നാണ്.
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും RSSന്റെ സേവനത്തെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇമാം ഓർഗനൈസേഷന്റെ ചീഫാണ് പറഞ്ഞത് മോഹൻ ഭാഗവത്തിനെ ഫാദർ ഓഫ് ദ നേഷനായി കാണണമെന്ന്. അതിനോട് രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഈ ഇമാം ഓർഗനൈസേഷന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന മറ്റ് ഇമാമുകളും യോജിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് പലപ്പോഴും പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോൺടാക്സ്റ്റിൽ മാത്രമേ അതിനെ എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു വേദിയിൽ വെച്ചത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞതല്ല, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിൽ പറഞ്ഞതല്ല, ഒരു പൊളിറ്റിക്കൽ വെന്യൂ അല്ല അത്. ബേസിക്കലി അതൊരു രാഷ്ട്രീയ നേതാവിനെ, നമ്മുടെ കേരളം കണ്ട ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊളിറ്റിക്കലി വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ അതായത് ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർത്തി അത് സോഫ്റ്റ് ആക്കി ഇടുകയാണ് എങ്കിൽ അത് ആർക്കാണ് ഗുണം? സ്വാഭാവികമായും BJPക്ക് ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസും BJPയും ഒരേ നേതാവിനെ തന്നെ ആരാധിക്കുന്നു, ഒരേ ഭാരതമാതാവിനെ തന്നെ ആരാധിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കെ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോട് ഇഷ്ടം. കെ കരുണാകരൻ പറഞ്ഞു അത്രേ, സുരേഷ് ഗോപി എൻ്റെ മാനസപുത്രനാണ് എന്ന്. ഞാൻ അവകാശപ്പെടുകയാണ് സർ, കെ കരുണാകരൻ്റെ മാനസപുത്രനാണ് ഞാനെന്ന്. അദ്ദേഹത്തിൻ്റെ മകനെ തൃശ്ശൂരിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ പിൻബലത്തോടുകൂടി സ്മൃതി മണ്ഡപത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ആ മുരളി മന്ദിരത്തിൻ്റെ പകുതി അവകാശം കെ മുരളീധരനാണ് എന്നാണ്. കെ മുരളീധരൻ്റെ അനുമതി വേണ്ട എനിക്ക് ആ സ്മൃതി മണ്ഡപത്തിൽ എത്താനെന്നും സുരേഷ് ഗോപി പറയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ കയറി കളിക്കുന്നു, ആ പാർട്ടിയിൽ കയറി കളിക്കുന്നു, മാനസപുത്രൻ എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. നേട്ടം രാഷ്ട്രീയമാണ്, ലക്ഷ്യം രാഷ്ട്രീയമാണ്. അല്ല, സുരേഷ് ഗോപിക്ക് എവിടെ രാഷ്ട്രീയം പറയണം, എവിടെ പേഴ്സണലായി സംസാരിക്കണമെന്ന് ഒരു ലോജിക് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും BJP നേതാക്കൾ അതിനെ ശരിവെച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആർക്കും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല. ഇത് BJPയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും അല്ല. അപ്പം BJP ഇവിടെ കളിക്കുന്നു അല്ലെങ്കിൽ BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു പേഴ്സണൽ ഐഡന്റിറ്റിയെ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊന്നും ഈ BJP പൊളിറ്റിക്സിനകത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പാർട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇമേജോ അല്ല അവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തി എന്ന ഇൻഡിവിജ്വലിന്റെ ഇമേജ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ പാർട്ടി യോഗങ്ങളിൽ നമ്മൾ കാണുകയാണ്. സുരേഷ് ഗോപിക്ക് ഒരു പേഴ്സണൽ ഇമേജ് എപ്പോഴും ഉയർന്നു കിടക്കും. അത് പാർട്ടിയുടെ ഇമേജിനേക്കാളും എപ്പോഴും ഉയരത്തിലാണ് അദ്ദേഹം അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പല നേതാക്കളും BJPയുടെ പല നേതാക്കൾ, അതായത് കെ സുരേന്ദ്രൻ മുതൽക്ക് നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾക്ക് എപ്പോഴും പാർട്ടി ഇമേജും പാർട്ടി ക്യാരക്ടറും തന്നെയാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ എപ്പോഴും പാർട്ടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ആ ഒരു ഇൻഡിവിജ്വൽ കോൺടെക്സ്റ്റിലാണ് എല്ലാവരും കാണാറുള്ളത്. ഈ പറഞ്ഞതും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള നമ്മുടെ എന്താ പറയുക ഈ എമർജൻസി പീരീഡ് ഡിക്ലെയർ ചെയ്ത് ആ കാലത്ത് ലക്ഷക്കണക്കിന് ജേർണലിസ്റ്റിനെയും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ജയിലിൽ കയറ്റിയ ഒരു ഭരണാധികാരി അവരെ ഭാരതമാതാവായി കാണണമെന്ന് പറയുമ്പം അന്ന് ആ കൊടും ക്രൂരത അനുഭവിച്ച ആ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ തലമുറക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇവരെ ഭാരതമാതാവായി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ പറയുക ഇതിന് ഉത്തരം ഉണ്ടാവില്ല ഒരു പക്ഷേ. അതുപോലെ തന്നെ BJP ആയാലും രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് RSS ഇന്റലക്ച്വൽ രത്തൻ ശ്രദ്ധ പറഞ്ഞത് BJP ആദർശപരമായ ഉത്തരവാദിത്തങ്ങൾ അടിയറ വെച്ചു. RSSന്റെ വിമർശകരെ BJP സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടിയാണ് വലിയ വില BJPക്ക് 240 എന്നതിലേക്ക് BJP എത്തിപ്പെട്ടത്, 63 സീറ്റുകൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് അജിത് പവാറിൻ്റെ NCP ഒപ്പം കൂട്ടി, അതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത്, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏകോപിതമായ വിമർശനം RSSൽ നിന്ന് വരുന്നു. സുരേഷ് ഗോപി ആ ഗണത്തിൽ പെടുന്നതല്ല. പക്ഷേ സുരേഷ് ഗോപിയിലൂടെ ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസ് ഔട്ട്റീച്ചിന് BJP ലക്ഷ്യം വെക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു തുടക്കമാണോ നമ്മൾ ഇന്ന് കണ്ടത് എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. തീർച്ചയായും രാഹുൽ ഈശ്വറിലേക്കാണ് എനിക്ക് വരേണ്ടത്. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഒരു സിനിമയിൽ രഞ്ജി പണിക്കർ എഴുതിയ സ്ക്രിപ്റ്റിൽ സ്വഭാവ രീതികൾ തന്നെ മാറ്റിയെടുത്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. നോക്കൂ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിതാവാണ് കെ കരുണാകരൻ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇ കെ നായനാരെ അച്ഛനെന്നാണ് വിളിക്കുക എന്ന് ശാരദ ടീച്ചർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ഇ കെ നായനാർ അച്ഛനാവുന്നു. ഇന്ദിരാഗാന്ധി ഒരു വികാരമാണ് എന്നുള്ളതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് പറയുന്നു. ഇവിടെ
എനിക്ക് രണ്ട് നേതാക്കളെ ഉള്ളൂ, അത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രിസ്ഥാനത്തിന് ശേഷവും ആ നിലയിൽ തന്നെയാണ് സുരേഷ് ഗോപി പെരുമാറുന്നത്. ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു എന്നുള്ള പാർട്ടിയെ മറികടന്ന് സംസാരിക്കാനുള്ള ഒരു അനുമതി, അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നു. അതിലെ രാഷ്ട്രീയം എന്താണ്? ഏറ്റവും വൈകാരികമായി കാണുന്ന നേതാക്കളെ കൃത്യമായി പിടിക്കുന്നു. അവരിലൂടെ കടന്ന് ഞാനും അവരിലൊരാളായി മാറാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചിഹ്നം നൽകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൽ രാഷ്ട്രീയമില്ല, കലാകാരനാണെന്നും പറഞ്ഞു കളയല്ലേ? നല്ല രാഷ്ട്രീയമാണ്, കടുത്ത രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമല്ല, നന്മയുടെ രാഷ്ട്ര നിർമ്മാണമാണ്. നികേഷ് സാറിനെ ഒരു മിനിറ്റ് കേൾക്കണം. അതായത് ഞാൻ രണ്ടു മൂന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ അടക്കമോ പറയുന്നത്. കൊട്ടാരക്കര ജയിലിൽ ഞങ്ങൾ ശബരിമല കേസിൽ ഞങ്ങളെ പിടിച്ചിട്ടപ്പം ആദ്യം വന്നത് എന്റെ അമ്മ എത്തിയത് 7:30-ക്കാണ്. എന്റെ സ്വന്തം അമ്മ 6:30 രാവിലെ ഞങ്ങളെ കാണാൻ വന്ന ആളാണ് സുരേഷ് ഗോപി. അതിരാവിലെ 6:30 തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറോളം സഞ്ചരിച്ച്. നിങ്ങളൊക്കെ ഒരേ ഐഡിയോളജി കൈകാര്യം ചെയ്ത ആളല്ലേ, അതുകൊണ്ട് വന്നതാണ്. ഒരു നിരപരാധിയുടെ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ വന്ന ആളല്ലല്ലോ സുരേഷ് ഗോപി. പറഞ്ഞോട്ടെ, അദ്ദേഹം എന്നോടുള്ള പ്രതിപത്തി കൊണ്ടല്ല, സ്വാമി അയ്യപ്പനോടുള്ള പ്രതിപത്തി കൊണ്ടാണ് വന്നത്. 2, അദ്ദേഹത്തിന്റെ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ഞാനും അദ്ദേഹവും നമ്മുടെ ഡൽഹിയിൽ ബാലഗോകുലത്തിന്റെ RSSന്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. ആ പരിപാടിയിൽ വെച്ച്, ഇപ്പൊ അല്ല, ഈ പ്രശ്നം നടക്കുന്നതിന്റെ 1 വർഷം മുമ്പ്, അതായത് 2016-ലോ 15-ലോ ആണ്, അദ്ദേഹം ആ വേദിയിൽ വെച്ച്, RSSന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു, നാളെ സർസംഘ് ചാലക് പറഞ്ഞാലും എന്റെ ഭാര്യയെ ഞാൻ ശബരിമലയെ വിടില്ല, ആ നിലപാട് തെറ്റാണ്, കാര്യം നമുക്ക് വിശ്വാസം വിടാൻ പാടില്ല. ആ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി. ഇനി 2-3 കാര്യങ്ങൾ. നമ്മുടെ ശോഭന ജോർജ് മാഡം നടത്തിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റ് ഉണ്ട്, വേൾഡിലെ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ, ചെങ്ങന്നൂർ വെച്ചാണ് നടന്നത്. ഞാനായിരുന്നു പരിപാടിയുടെ ഹോസ്റ്റ്. ശ്രീ സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്ന ഞാനാ. ശ്രീ സുരേഷ് ഗോപിയുടെ അവിടെ എന്തെങ്കിലും പറയാൻ വന്നപ്പോ, അന്ന് ഈ രാഷ്ട്രീയം ഒന്നും ഇങ്ങനെയൊന്നുമില്ല, 10-12 വർഷം മുമ്പാണ്, അദ്ദേഹം ഒരു നല്ല ക്രിസ്തീയ ഭക്തിഗാനമാണ് അപ്പൊ പാടിയത്. ഈ ചർച്ചയിൽ വന്ന ഒരു പരാമർശം അപലപിക്കാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. വർഗീയ തീവ്രവാദി എന്നൊക്കെ അദ്ദേഹത്തെ ചേർത്ത് വിളിക്കുന്നത് വളരെ വിഷമകരമാണ്. ശ്രീ രാജു പി നായർ ലവ് ജിഹാദിനെ പൊളിക്കാൻ മുന്നിട്ടിറങ്ങിയതിനെ സന്തോഷത്തോടെ കയ്യടിയോട് കാണുന്ന ആളാണ് അദ്ദേഹം. ആ ട്രെയിൻ യാത്ര ചെയ്ത് എല്ലാ മലയാളികൾക്കും വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മനസ്സിലാക്കി, ഒരു വർഗീയ പാർട്ടിയിലെ വർഗീയത ഉള്ളവരും വർഗീയത ഇല്ലാത്തവരും ഉണ്ടോ രാജു പി നായരിലേക്ക് പോകുന്നതിന് മുമ്പ്? അല്ലല്ല, ഞാൻ 1 മിനിറ്റ് കൂടെ എടുത്തോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അവിടെയാണ് ശ്രീ സുരേഷ് ഗോപി ഇതിൽ നിന്ന് 1 ഇഞ്ച് പോലും പക്വത വെക്കരുത്. അങ്ങനെ പക്വതയുള്ള ഒരു സുരേഷ് ഗോപി ഇവിടെ ആർക്കും വേണ്ട. അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്സിൽ രാഷ്ട്രീയ പ്രബന്ധം നമ്മുടെ ഡോക്ടർ അരുൺകുമാറിന്റെ രീതിയിൽ കൃത്യമായിട്ട് എഴുതുന്ന ഒരു സുരേഷ് ഗോപി അല്ല. ജനനായകനായ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിലപാടുകൾക്ക് മറ്റേ റിസർച്ച് പേപ്പറിൽ എഴുതുന്ന കൃത്യതയൊന്നും സുരേഷ് ഗോപിക്ക് വേണ്ട. ഈ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന നന്മയുള്ള സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ഇസ്ലാമോഫോബിയ ഉള്ള കാലത്ത് 30-35 വർഷമായി ഞാൻ പരിശുദ്ധമായ റംസാൻ നോമ്പ് എടുക്കുന്നുണ്ടെന്നും എനിക്ക് ബിസ്മി ചൊല്ലിയാണ് ഇത് തുറക്കാൻ അറിയാമെന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപി അല്ലേ ഈ നാടിന്റെ ആവശ്യം? ശരി, രാജു പിന്നാർ മറുപടി നോക്കൂ. കേരളത്തിൽ BJP ചെലവാകില്ല എന്ന് കാണുമ്പോൾ അതിർത്തി സോഫ്റ്റ് ആക്കി ഇടുകയാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. E.K. നായനാര്, K. കരുണാകരൻ, ഇന്ദിരാഗാന്ധി, അച്ഛൻ, പിതാവ്, മാനസപുത്രൻ. അല്ല, ഇത് ഒന്ന്, ഞാൻ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ചതിൽ രാഹുൽ ഈശ്വറിന് അതിനകത്ത് പ്രശ്നമുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഈ സംഘപരിവാറിന്റെയും RSSന്റെയും ഐഡിയോളജിയുള്ള ഒരു സംഘി, അത് നന്മയുണ്ടാവും എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ്. അതൊരിക്കലും നടക്കുന്നതല്ല. ഞാൻ രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. ഈ രാജ്യത്ത് മണിപ്പൂരിൽ 1 വർഷമായിട്ട് നടക്കുന്ന കലാപത്തെ സംബന്ധിച്ച് ഇപ്പോ RSSന്റെ സർസംഘ ചാലക് പറഞ്ഞ അഭിപ്രായം സുരേഷ് ഗോപി ആ ചർച്ച നടക്കുന്ന സമയത്താണ് പറഞ്ഞിട്ടാണ് ലൂർദ് മാതാവിന്റെ അടുത്തേക്ക് പോയെങ്കിൽ ഞാൻ അങ്ങ് പറയുന്ന അംഗീകരിക്കാം. ഇവിടെ ശബരിമലയിൽ താൻ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചു വരണം എന്ന് പറയുന്നതിന് പകരം ആ ശബരിമലയ്ക്കകത്ത് ഒരു ദളിതൻ ശാന്തിയായിട്ട് കയറിയിരിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് പറയുന്ന നന്മയുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കാം. ഇത് നന്മയല്ല, വർഗീയവാദി തന്നെയാണ്. എണ്ണം പറഞ്ഞ വർഗീയവാദിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അതിനപ്പുറത്ത് താൻ എല്ലാവരുടെയും ആളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. ആ കൗശലം അറിയാം, തിരിച്ചറിയാൻ സാധിക്കും. അതൊന്നും ഇത് ചെയ്തു പോകാൻ പറ്റില്ല. ഇവിടുത്തെ ജാതീയതയുടെയും വർഗീയതയുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന BJPയുടെ നേതാവായിട്ടുള്ള, കാരണം ഒരു നരാധവനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, ഒരു സംശയവും വേണ്ട. അമിത്ഷാ ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കീറിയവരാണ്. അവരാണ് എന്റെ നേതാക്കൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരുണാകരൻ എന്റെ നേതാവാണെന്ന് പറഞ്ഞാൽ കരുണാകരന്റെ ചരിത്രം സുരേഷ് ഗോപിക്ക് അറിയാത്തതുകൊണ്ടാ. കരുണാകരന്റെ ചരിത്രം സുരേഷ് ഗോപി 1 മിനിറ്റിലൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കരുണാകരൻ എന്റെ നേതാവാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല.
കാരണം ആ കരുണാകരൻ കേരളത്തിൽ RSSനെ ചെറുത്ത് നിർത്തിയ ആളാ. എങ്ങനെയാ? എല്ലാ മതങ്ങളുമായിട്ടുള്ള സമഭാവന. പട്ടികജാതി വിഭാഗത്തിന്റെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തപ്പോലും ഒരു പട്ടികജാതിക്കാരനും കൈകാര്യം ചെയ്തതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്ത കരുണാകരനാണ്. അറിയോ? ഈ ഏറ്റവും നന്നായി പട്ടികജാതിക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഭരണാധികാരി കരുണാകരനാണെന്നുള്ളത് ചരിത്രം പറയും. ശ്രീ രാജു പി നായർ, ശ്രീ മിഥുൻ വിജയകുമാർ, എങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഉപയോഗിച്ച് BJP ഈ പറയുന്ന അതിർത്തി നിയന്ത്രണ രേഖ കടക്കാൻ ശ്രമിക്കുന്നത്? സമാനമായ വിധത്തിലുള്ള ആക്രമണവും തിരിച്ചാക്രമണവും ഇപ്പോൾ രാജു പിയെ പോലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നോക്കൂ ശ്രീ നികേഷ്, ഇവിടെ രാജു പി നായർ പറഞ്ഞത് വളരെ ശരിയാണ്. കരുണാകരന്റെ ചരിത്രം സുരേഷ് ഗോപി ഒരു മിനിറ്റ് പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനാവില്ലായിരുന്നു. സുരേഷ് ഗോപി ഒരു പക്ഷേ ചരിത്രം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കരുണാകരന്റെ രാഷ്ട്രീയം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണോ ഇത് പറഞ്ഞത് എന്ന് ഞാൻ പോലും സംശയിക്കുന്നു. കാരണം അദ്ദേഹം ഇമോഷണലി പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ബന്ധം വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിക്ക് കരുണാകരന്റെ രാഷ്ട്രീയം പഠിക്കുകയാണെങ്കിൽ ഇപ്പം എന്നെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഞാനൊക്കെ ഈ ഒരു എന്താ പറയുക രാജൻ കൊലക്കേസിന്റെ ഒക്കെ കഥകളൊക്കെ കേൾക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. എൻ്റെ അമ്മയിലൂടെയൊക്കെയാണ് ഞാനത് കേൾക്കുന്നത്. അപ്പം ഈശ്വരവാര്യരൊക്കെ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ചൊക്കെ സുരേഷ് ഗോപി ഒരു പക്ഷേ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കരുണാകരനെ ഒരു ഗുരുസ്ഥാനീയനായി ഒന്നും ഒരിക്കലും കാണാൻ കഴിയില്ല. അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ശ്രീ കരുണാകരനെ, ഈ രാജിവെക്കേണ്ടി വന്ന ശ്രീ കരുണാകരനെ ഒരിക്കലും ഒരു ഗുരുസ്ഥാനീയനായി കാണാൻ കഴിയില്ല. പൊളിറ്റിക്കലി ആണല്ലോ നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. അപ്പം പൊളിറ്റിക്കലി വിലയിരുത്തുകയാണെങ്കിൽ നമ്പി നാരായണന്റെ കേസ് എടുത്ത് നോക്കൂ, അതിന്റെ പേരിലും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഒരു പൊളിറ്റിക്കൽ തകർച്ചയായിരുന്ന ഒരു നേതാവിനെ എന്റെ ഗുരുസ്ഥാനീയനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ഇമോഷന്റെ പുറത്ത് മാത്രമാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നിട്ടുള്ള നരനായാട്ട്, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ള നരനായാട്ട് ഒന്നും വിളിക്കാൻ പുറത്താക്കിയത്. സോറി, അത് പാർട്ടിയുടെ അകത്തുണ്ടായ ഫാക്ഷണൽ ഡിസ്പ്യൂട്ടാണ്. ശരിയാണ്, ഫാക്ഷണൽ ഡിസ്പ്യൂട്ട് തന്നെ. അല്ല, പക്ഷേ പാർട്ടിക്ക് അകത്തുള്ള നേതാക്കൾക്ക് തന്നെ ആ ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ കരുണാകരന്റെ ഒരു പങ്കുണ്ട്. അന്നത്തെ പോലീസ് മേധാവിയെ കരുണാകരൻ അനാവശ്യമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നായിരുന്നല്ലോ പാർട്ടി ഉന്നയിച്ച ഒരു പ്രശ്നം. അതിലൂടെ ഈ കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നല്ലോ അന്ന് ഉന്നയിച്ച രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന അന്നത്തെ IG-യെ കരുണാകരൻ വിശ്വാസപൂർവ്വം കൊണ്ടു നടന്നു എന്നുള്ളതായിരുന്നു അന്ന് കരുണാകരന്റെ മേലുള്ള ആക്ഷേപം. യഥാർത്ഥത്തില് കോൺഗ്രസ് ഉന്നയിച്ചതല്ലേ? രമൺ ശ്രീവാസ്തവയായിരുന്നു ശരിയെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞല്ലേ? അപ്പൊ ലീഡർ ആയിരുന്നില്ലേ ശരി? ലീഡർക്കല്ലേ ഇതിൽ നഷ്ടം സംഭവിച്ചുള്ളൂ. അല്ല, ആയിക്കോട്ടെ, അന്നത്തെ കോൺഗ്രസ് അന്നത്തെ അല്ല, ഇവിടെ ഞാൻ നികേഷ് ഒരു കേസിന്റെ വിധിയായി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിന്റെ വേർഡിക്റ്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനകത്ത് തന്നെ ശ്രീ കെ കരുണാകരനെ കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീ കെ കരുണാകരൻ ഒരു പൊളിറ്റിക്കൽ ഗുരു ആണെന്നൊക്കെ ഒരു BJP-കാരന് പറയാൻ സാധിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. അതായത് സുരേഷ് ഗോപി പറയുന്നതൊന്നും ഇനി നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. ഒരു കേന്ദ്രമന്ത്രിയാണ്, പ്രത്യേകിച്ച് ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു BJP നേതാവിന്റെ പ്രസ്താവന പോലെ അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രതീക്ഷിക്കുമല്ലോ. അതൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്. മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള മറ്റ് മുൻ മന്ത്രിമാരെ ഒക്കെ തന്നെ ഇകഴ്ത്തി സംസാരിച്ചാൽ അതും നമ്മൾ ഗൗനിക്കേണ്ടതില്ല. സുരേഷ് ഗോപിക്ക് ഈ തരത്തിലുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ നൽകും. മേലിൽ അങ്ങനെയാണ്. സുരേഷ് ഗോപിക്ക് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ എന്ത് പറയുമെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പം മറ്റേതെങ്കിലും ഒരു നേതാവ്, സുരേഷ് ഗോപി എന്ന് പോട്ടെ, ഒരാളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ, ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു സാധൂകരണം നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ എന്തായാലും BJP പ്രതിനിധിയായിരുന്നു. അല്ലല്ല, ശ്രീ കെ സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണ് എങ്കിൽ ശരിയാണ് എന്ന് പറയാം, തെറ്റാണ് എങ്കിൽ തെറ്റാണെന്ന് പറയാം. രണ്ടിടത്തും നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ തൽക്കാലം. സുരേഷ് ഗോപിയുടെ ഒരു പോയിന്റ് കൂടെ ഞാൻ ഒരു പോയിന്റ് പറയിലേക്ക് പോകണം, വേഗം പൂർത്തിയാക്കും. നോക്കൂ നികേഷ് സാർ, ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ, ഒരൊറ്റ മിനിറ്റ്, ഒരു കുറച്ച് സമയം എനിക്ക് ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. ഇവിടെ ശ്രീ സുരേഷ് ഗോപിയെ വർഗീയവാദി എന്നും മറ്റ് പല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്ട്രീമിസ്റ്റ് ടാഗ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം യുവാവിനെ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ
അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് അയാളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈ എടുത്ത ഇത്തരത്തിലുള്ള ജസ്റ്റുകളല്ല സാർ. ആത്യന്തികമായി നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞത് തന്നെയാണ് ശരി. സുരേഷ് ഗോപി മത്സരിക്കാൻ ഒരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തില് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യം 20%-ലേറെയാണ്. 20-30 ഇടയിൽ വരുന്നു എന്ന് കരുതുക. അത്രയും വലിയ ജനവിഭാഗം ആ മണ്ഡലത്തിലുള്ളപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സർസംഘചാലകനായ മോഹൻ ഭാഗവത് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെങ്കിലും പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയെ BJP-യിലെ വ്യത്യസ്തനായിട്ടുള്ളയാൾ എന്ന് വേണമെങ്കിലേക്ക് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും എന്താണോ BJP ഈ മണിപ്പൂരിൽ ചെയ്തത് അതിനെയൊക്കെ സാധൂകരിച്ച് അതിനെയൊക്കെ അംഗീകരിച്ച് അതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ആളാണ് സുരേഷ് ഗോപി. ഞാൻ ഇടവേളയ്ക്ക് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ട് കണ്ടുകൊണ്ടല്ലോ മുസ്ലിങ്ങളുടെ നോമ്പ് സുരേഷ് ഗോപി എടുക്കുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, നരേന്ദ്രമോദി ഈസ് ഇൻവിൻസിബിൾ അല്ലെങ്കിൽ അപരാജിതൻ എന്നായിരുന്നു ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനാകുമെന്നുള്ളതാണ്. അടുത്ത 5 വർഷം സ്വാഭാവികമായും ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രവർത്തനവും നരേന്ദ്രമോദിയെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും. കേരളത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ പ്രത്യേക പദ്ധതികളുണ്ട്. 2031 അധികാരം പിടിച്ചെടുക്കാൻ കേരളത്തിൽ BJP ഒരുങ്ങുന്നു എന്നതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പല ഇരുമുന്നണികളുടെയും UDF-ൻ്റെയും LDF-ൻ്റെയും നേതാക്കളുമായിട്ടൊക്കെ നിരന്തരം BJP ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നോക്കൂ, അവിടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനം പിടിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ളൊരു ഇപ്പോൾ ത്രിപുര പിടിച്ചെടുത്തിട്ടുള്ളത് ബിപ്ലവ് കുമാർ, ചില നേതാക്കളുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. ഇവിടെ BJP സുരേഷ് ഗോപിയുടെ ഒരു വഴുവഴുക്കുള്ള പാതയാണോ മുന്നിൽ കാണുന്നത്? നികേഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട, നിഷ്പക്ഷമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻവിൻസിബിൾ എന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അതായത് കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2019 സുരേഷ് ഗോപി വരുന്നത് വരെ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു B ക്ലാസ് മണ്ഡലം പോലും ആയിരുന്നില്ല. A ക്ലാസ് പോയിട്ട് ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മണ്ഡലത്തിലേക്കാണ് സുരേഷ് ഗോപി വൈകി ലാൻഡ് ചെയ്തത്. അങ്ങനെ ലാൻഡ് ചെയ്ത സുരേഷ് ഗോപി ഏതാണ്ട് 2,93,000 വോട്ട് പിടിച്ചു. ഏകദേശം 28-29% വോട്ട് പിടിച്ചു. പക്ഷെ അന്ന് അതൊരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരത്തിനോടുള്ള ഒരു ഭ്രമം, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ്, മൊത്തത്തിൽ ജനത്തിന് തോന്നിയ ഒരു വല്ലാത്തൊരു ആരാധനയാണ് വോട്ട് ആയതെന്നാണ് നമ്മളൊക്കെ വിലയിരുത്തിയത്. അതൊരു യാദൃച്ഛികതയാണ്. പക്ഷെ ഇത്തവണ അതൊരു യാദൃച്ഛികതയല്ല, അതൊരു ഫാക്റ്റാണ്. അത് 5 വർഷക്കാലം സുരേഷ് ഗോപി നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, എന്താണ് വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി വർക്ക് ചെയ്തത്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഏതാണ്ട് 50%-ലധികം ഹിന്ദു വോട്ടുണ്ട്. അതിന്റെ 50%-ഓ 55%-ഓ പിടിച്ചാൽ പോലും ഒരു വിജയ സാധ്യതയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് സുരേഷ് ഗോപി മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കി. BJP മനസ്സിലാക്കിയതിനേക്കാൾ സുരേഷ് ഗോപി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ, അതായത് മുസ്ലിം പിന്തുണയ്ക്ക് സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ആരുടെ വോട്ട് കൊണ്ടേ ജയിക്കാൻ കഴിയൂ? അത് ക്രിസ്ത്യൻ വോട്ട് കൊണ്ടേ ജയിക്കാൻ കഴിയൂ. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട വൈകാരികതകളെല്ലാം സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ ഭൂമികയിൽ ഒരുക്കി. അതില് ലൂർദ് മാതാവിന്റെ തലയിലെ കിരീടം മുതൽ ഈ പറഞ്ഞ ബിഷപ്പുമാരുമായിട്ടുള്ള നല്ല ബന്ധം, അദ്ദേഹത്തിന്റെ ഈ മണിപ്പൂരിന്റെ പ്രേതം പോലും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയല്ല. പക്ഷേ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ലൂർദ് മാതാവിന്റെ തലയിൽ വെച്ചിട്ടുള്ളത് സ്വർണ്ണ കിരീടമല്ല, അത് ചെമ്പ് കിരീടമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞത് പോലും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അനുകൂല ഘടകമാക്കി എടുത്തു എന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ചെയ്യുന്ന ഏത് നെഗറ്റീവ് വാർത്തയും അനുകൂല വാർത്തയാക്കി മാറ്റാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നികേഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിയെ നമ്മൾ കേരളത്തിലെ മറ്റ് BJP നേതാക്കൾക്ക് ആർക്കും കിട്ടാത്തൊരു ആനുകൂല്യം അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലത്തിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും മണിപ്പൂർ ഒരു വിഷയമായിട്ട് BJP-യുടെ വോട്ട് ബാങ്കിനെ വോട്ടിനെ ബാധിച്ചെങ്കിൽ തൃശ്ശൂരിൽ അതുപോലും സുരേഷ് ഗോപിയെ ബാധിച്ചില്ല. അത് ബാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ 4 ലക്ഷത്തിലധികം വോട്ട് കിട്ടി അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സുരേഷ് ഗോപി പറയുന്നതും ചെയ്യുന്നതും ഒന്നും വളരെ നിഷ്കളങ്കമായിട്ടാണെന്ന് കരുതണ്ട.
അദ്ദേഹം മറ്റേത് രാഷ്ട്രീയക്കാരനേക്കാൾ അദ്ദേഹത്തിന്റെ വിജയ സമവാക്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൂടെ മാത്രമേ എനിക്ക് വ്യത്യസ്തനാകാൻ കഴിയൂ. ആ വ്യത്യസ്തതയിലൂടെയാണ് എനിക്ക് ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയൂ. എന്നെ അംഗീകരിക്കാത്ത, എന്റെ പാർട്ടി അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ സംഘപരിവാറിനെ അംഗീകരിക്കാത്ത, ഹിന്ദു വർഗീയതയും ഹിന്ദുത്വത്തെയും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗത്തിന്റെ മനസ്സിലേക്ക് കയറാൻ വൈകാരികത തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസൃതമായിട്ട് സ്വന്തം രാഷ്ട്രീയം കരുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം സുരേഷ് ഗോപിയെ വിലയിരുത്താൻ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വളരെ നിഷ്കളങ്കനൊന്നും അല്ല. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം കൊണ്ട് കേരളം പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ രാഷ്ട്രീയം പല സ്ഥലത്തും ആ വഴുവഴുപ്പൻ രാഷ്ട്രീയത്തിനെ നിഷ്കളങ്കമായിട്ട് ആദരിക്കാൻ തയ്യാറുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ക്രൈസ്തവ സഭയിലെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു. രാഹുൽ പറഞ്ഞോളൂ. രാഹുൽ ചോദ്യം കേട്ടിട്ട് പറഞ്ഞോളൂ. നോക്കൂ, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇടനില നേതാക്കളില്ല. എന്ന് വെച്ചാൽ കെ സുരേന്ദ്രനോ വി മുരളീധരനോ ഒന്നും എൻ്റെ നേതാവല്ല. എൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. ഈ രണ്ടുപേരെ മാത്രമേ ഞാൻ കേൾക്കൂ എന്ന് പറയാൻ ഒരു BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MP-ക്ക് കഴിയുന്നു, കേന്ദ്ര ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളതൊന്ന്. രണ്ട്, BJPയുടെ നയം എന്തും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ വ്യക്തിപരമായി മനസ്സിൽ തോന്നുന്ന കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് സാധാരണഗതിയിൽ BJPയിൽ ഇത് ആരും BJPയിൽ എവിടെയും അനുവദിച്ച് കണ്ടിട്ടില്ല. രാഹുൽ. നികേഷ് സാർ, തൃശ്ശൂരിലെ 25% ക്രിസ്ത്യൻ വോട്ട് കണ്ടിട്ടാണോ 25 വർഷം മുമ്പ് തൊട്ട് റംസാൻ നോമ്പ് ശ്രീ സുരേഷ് ഗോപി എടുത്തു തുടങ്ങുന്നത്? നമ്മൾ പറയുമ്പോ എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? തൃശ്ശൂരിലെ 25% ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ടിട്ടാണോ 25 വർഷം മുമ്പ് ശ്രീ സുരേഷ് ഗോപി മുസ്ലിങ്ങളുടെ റംസാന്റെ നോമ്പ് എടുക്കുന്നത്? അപ്പൊ സുരേഷ് ഗോപിയുടെ നന്മ കാണാതിരിക്കുന്നത് നമ്മുടെ കണ്ണിലെ തിമിരമാണ്. നമ്മുടെ കണ്ണിലെ കപട മതേതരത്വത്തിന്റെ തിമിരം കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നന്മ കാണാതിരിക്കുന്നത്. അങ്ങ് ആലോചിച്ച് നോക്കൂ, ഈ ഇസ്ലാമോഫോബ് കൂടി നിൽക്കുന്ന പലരും തുപ്പൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ അള്ളാഹു തരുന്ന കാര്യം വടിച്ചു കുടിക്കുന്നവനാണെന്നും എനിക്ക് ബിസ്മി ചൊല്ലാനാണെന്നും പറയുന്നത് ക്രിസ്തംഗികളുടെ വോട്ടിന് വേണ്ടി അല്ലല്ലോ, അല്ലെങ്കിൽ ഗോഡ്സേവാദികളുടെ ഇസ്ലാമോഫോബിയ ഇല്ലാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന വിശ്വാസം രാഹുൽ ഈശ്വർ ഇപ്പോഴും വെച്ചു പുലർത്തിയാണോ? അതോ ഒരു ടെലിവിഷൻ ചർച്ചയല്ലേ? ഞാൻ സുരേഷ് ഗോപിയുടെ ഭാഗം പറയാനാണ് ഇരിക്കുന്നത്, ഇരിക്കട്ടെ കുറച്ച് തള്ളുകൾ എന്ന നിലയിലാണോ? അല്ല, എനിക്ക് ഇസ്ലാമോഫോബിയ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് BJP ആവാൻ കഴിയുക? രാഹുൽ, എന്താ ഈ പറയുന്നത്? 100% എനിക്ക് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി കൂടി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു മതത്തോട് വിദ്വേഷമില്ലെന്ന് മാത്രമല്ല, എല്ലാ പാതകളെയും വിശ്വസിക്കുന്ന നല്ല ഭക്തനായ, ചിലപ്പോൾ അമിത ഭക്തനായ, ഒരു അയ്യപ്പ ഭക്തനായ, സർവമത ഭക്തനായ വ്യക്തിയാണ്. ഇനി ഒരു വരി കൂടി ശ്രീ സുരേഷ് ഗോപി പറയാത്തൊരു വരിയാണ്. യഥാർത്ഥത്തിൽ ഒരു ഗാന്ധിയൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രീ സുരേഷ് ഗോപി ചെയ്യുന്നത്. എല്ലാവരോടും പോവുക, എല്ലാവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക, എല്ലാവരെയും കൂടെ നിർത്താൻ ശ്രമിക്കുക. ഈ പാതയാണ് നമ്മുടെ ഇന്ത്യക്കും കേരളത്തിനും ലോകത്ത് എല്ലായിടത്തും വേണ്ടത്. ആ നന്മയെ കാണാതെ, സുരേഷ് ഗോപി ചെയ്യുന്ന പോസിറ്റീവുകൾ കാണാതെ എല്ലാവരിലേക്കും റീച്ച് സാർ ഒറ്റ വരി. ഒന്ന്, ശ്രീ ലീഡർ കെ കരുണാകരനെ കുറിച്ച് ശ്രീ കെ സുരേന്ദ്രൻ അടക്കം പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. എല്ലാ മലയാളികളും ആലോചിക്കണം. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ മുനവെച്ച ആരോപണം വന്നപ്പോ ആ വൃത്തികെട്ട വാക്ക് എന്നോട് പറയരുതെന്ന് പാലാ പിതാവിന്റെ അരമനയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി. ശരി, മിഥുൻ വിജയകുമാർ. നോക്കൂ, ഞാൻ ചോദിച്ചത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2031 ഒരു അജണ്ടയായി BJPയുടെ മുന്നിലുണ്ട്. ആ അജണ്ടയുടെ നായകൻ എന്ന് പറയുന്നത്, ആ തേരിനെ നയിക്കേണ്ടത് സുരേഷ് ഗോപിയാണ് എന്ന ചിന്താഗതിയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേറൊരാളായിരുന്നു. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയിലാണോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരന് കേരളത്തിലെ BJPയെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ചുമതലകൾ ഉണ്ടാകും, പാർട്ടിയുടെ അജണ്ട ഉണ്ടാകും. പാർട്ടിയുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ചില പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടിയും വരും. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ സ്പേസിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും വിലയിരുത്തിയത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനെ മുൻനിർത്തിക്കൊണ്ടല്ല. അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് BJP രാഷ്ട്രീയത്തിന്റെ നന്മയാണെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും BJPയെ അവിടെ ഒരു പ്രതികൂട്ടിൽ നിർത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ മാധ്യമങ്ങൾക്കാണെങ്കിലും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്പം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി ജാതി, മതം, രാഷ്ട്രീയം ഇതിന് അപ്പുറത്തേക്ക് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. ഇവിടെ ശ്രീ ജോർജ് തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെമ്പാടും മണിപ്പൂർ വിഷയം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ബാധിച്ചെങ്കിൽ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം വളരെ സിമ്പിളാണ്. സുരേഷ് ഗോപി അപ്രോച്ചബിൾ ആണ്. സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ആക്സെപ്റ്റബിലിറ്റി അവിടെ കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്ന ഒരാളായിട്ട്
തോന്നിയിട്ടില്ല ജനങ്ങൾക്ക്. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ജനപ്രതിനിധിയായി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ മണിപ്പൂർ വിഷയം പല സമയത്തായിട്ട് നമ്മൾ എല്ലാ ചർച്ചകളും മണിപ്പൂർ വിഷയം ഉയർത്തി കാണിക്കാറുണ്ട്. മണിപ്പൂർ നടക്കുന്ന പ്രശ്നങ്ങളെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ മണിപ്പൂർ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊല്ലപ്പെട്ടത് ഏത് വർഷമാണെന്ന് ശ്രീ നികേഷ് പരിശോധിക്കുകയാണെങ്കിൽ അത് 92-നും 97-നും ഇടയിലായിരുന്നു. അന്ന് കാണാത്ത മണിപ്പൂർ സെന്റിമെന്റ്, മണിപ്പൂരിനോട് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു വലിയ സെന്റിമെന്റ് എന്തുകൊണ്ട് അന്ന് കണ്ടില്ല? അന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല? അന്ന് ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി കാണിച്ചില്ല? മണിപ്പൂർ ചർച്ച ചെയ്തിട്ടുമുണ്ട്. രാജു പി നായർ പറയൂ. എന്റെ ചോദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2031 BJP-യുടെ മുഖമായിരിക്കും സുരേഷ് ഗോപി എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ ശ്രീ രാജു പി നായർ? നോക്കൂ, നിങ്ങളുടെ വോട്ട് കൂടി വിഴുങ്ങിയിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തത്. ഇനി അങ്ങോട്ട് സ്വാഭാവികമായിട്ടും രണ്ട് മുന്നണികളിൽ നിന്നും നേതാക്കൾ പലരുമായും ചർച്ച നടത്തി എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. സുരേഷ് ഗോപി എന്ന വഴങ്ങുന്ന മുഖം, കേരളത്തിന് സ്വീകാര്യമാകുന്ന മുഖം, സ്വീകാര്യമാകുന്ന എന്നുള്ളത് ഞാൻ കോഴ്സിലിടുകയാണ്, സ്വീകാര്യമാവുകയാണെങ്കിൽ സുരേഷ് ഗോപിയിലൂടെ ആയിരിക്കും BJP പിടിക്കുക. കാരണം സുരേഷ് ഗോപിക്ക് സർവ്വതന്ത്ര സ്വാതന്ത്ര്യമാണെന്നേ. സുരേഷ് ഗോപി അമിത്ഷാ വേദിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി വേദിയിൽ വരുന്നു. എനിക്ക് രണ്ട് നേതാക്കളെ ഉള്ളൂ എന്ന് പറയുന്നു. ഇടനില നേതാക്കളെ ഒന്നും തന്നെ അദ്ദേഹം കണക്കാക്കുന്നില്ല. സ്വന്തം രാഷ്ട്രീയം പറയാം, വായിൽ തോന്നുന്ന രാഷ്ട്രീയം പറയാം. ഇതൊക്കെയാണ് രാജു പി നായർ സുരേഷ് ഗോപിയിൽ ഇപ്പോൾ BJP ആനുകൂല്യങ്ങളായി നൽകിയിരിക്കുന്നത്. ഇനിയും പറയും സുരേഷ് ഗോപി കുറേയധികം കാര്യങ്ങൾ. കേട്ടോളൂ, വരുന്ന ദിവസങ്ങളിൽ. നികേഷ്, രണ്ട് സെഗ്മെന്റായിട്ട് എനിക്ക് മറുപടി പറയാനുള്ള സമയം തരണം. ഒന്ന്, നികേഷ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് അവർക്കുമേൽ പ്രതിഷ്ഠിക്കാൻ BJP കരുതിയിരിക്കുന്ന ആയുധമാണ് സുരേഷ് ഗോപി. അതിന് ഒരു സൗമ്യ മുഖം നൽകണം. ആ സൗമ്യ മുഖത്തിന് കൃത്യമായ രാഷ്ട്രീയ പ്ലാനാണ് സുരേഷ് ഗോപി. ഇവിടുത്തെ മുഴുവൻ നേതൃത്വത്തെയും തലയ്ക്കുമീതെ കൂടി വന്നിരിക്കുന്നത്. നോക്കൂ എത്ര കൗശലത്തോടുകൂടിയാണ്. ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ മകളുടെ വിവാഹം പോലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അത്രമാത്രം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു അല്ല. ഇനി രണ്ടാമത്തെ കാര്യം രാധാകൃഷ്ണൻ കേരളത്തിലെ മമ്മൂട്ടിയെ അങ്ങ് വലതുപക്ഷ നിരീക്ഷകനല്ല, BJP അല്ലല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ പറയട്ടെ, ഈ മമ്മൂട്ടിയെ ഈ സംസ്ഥാനത്തിട്ട് ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളി നടത്തിയപ്പോ രാധാകൃഷ്ണൻ മമ്മൂട്ടിക്ക് പിന്തുണയായി വന്നില്ലേ? എവിടെയായിരുന്നു സുരേഷ് ഗോപി? കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് അറിയാലോ അത് മമ്മൂട്ടി ഒരു വർഗീയവാദി അല്ല എന്നറിയില്ലേ? എന്തുകൊണ്ട് സുരേഷ് ഗോപി മൗനം പാലിച്ചു? ഇനി 30 കൊല്ലമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, നോമ്പെടുക്കുന്നു പറഞ്ഞു. അത് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലല്ലേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോഴെങ്കിലും സുരേഷ് ഗോപി ഞാൻ നോമ്പെടുക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? രാഹുലെ, നിങ്ങൾ വെറും ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, നിങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കരുത്. ഒരു രാഷ്ട്രീയത്തിന്റെ കൗശലം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിച്ചോട് വേണം നമ്മൾ സംസാരിക്കാൻ. അതല്ലാതെ ഇത്തരത്തിൽ ഞാൻ ഇവർക്കെല്ലാം മേലെ നിൽക്കുന്ന മറ്റെന്തോ ആണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന കൗശലത്തിന്റെ വർഗീയവാദിയുടെ ഒരു മുഖം മാത്രമേ സുരേഷ് ഗോപിക്കുള്ളൂ. സുരേഷ് ഗോപി ഒരു കാലത്തും വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വർഗീയതക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന SFIയോ അല്ലെങ്കിൽ KSCയോ കോൺഗ്രസോ അദ്ദേഹത്തിന് അഭിമാനമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്റെ സ്ഥാനം ഈ വർഗീയവാദത്തിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് BJPയുടെ ഭാഗമായത്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇനിയിപ്പോ കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് BJPയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്റെ രാഷ്ട്രീയം, എന്റെ വ്യക്തിത്വം വർഗീയതക്കെതിരാണ്. ആ വർഗീയതക്കെതിരായി നിലനിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും BJPയിലേക്ക് പോകില്ല. അതുകൊണ്ട് BJPയിൽ പോയി സംഘിയായാൽ നന്മയുള്ളവരാണെന്ന് പറയുന്ന ഒരു ഓക്സിമോറോണാണ്, അത് വിരോധാഭാസമാണ്. ശരി, വ്യക്തമാണ് രാജു പി നായരുടെ നിലപാട്. മിഥുൻ വിജയകുമാർ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ, ജോർജ് പൊടിപ്പാറ, നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.